ഹലോ ഹായ് വെൽക്കം ബാക്ക്. നിങ്ങൾ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, ടൈം മാനേജ്മെന്റ്. സോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു, ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, തലേ ദിവസത്തെ ലൈവൊക്കെ ഞാൻ വൃത്തിക്ക് കണ്ടതാണ്, പക്ഷേ എക്സാം ഹോളിൽ ഇരുന്ന സമയത്ത് എനിക്കത് വൃത്തിക്ക് എഴുതി തീർക്കാൻ വേണ്ടി പറ്റിയില്ല, സമയത്തിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളത്തെ എക്സാമിന് മുങ്ങിപ്പോവും, അത് ഷുവറാണ്. സോ എല്ലാ എക്സാമിനും എല്ലാ സബ്ജക്റ്റുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ട് സൈഡ് ഉണ്ടാവും, ഒരു ഹാർഡസ്റ്റ് പാർട്ട് ഉണ്ടാവും. അത് ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായ രീതിയിലാണ്. പക്ഷേ ഇംഗ്ലീഷിന്റെ കേസിലേക്ക് വരുമ്പോഴേ നമ്മൾ കുറച്ച് സ്മാർട്ടായിട്ട് ഡീൽ ചെയ്തിട്ടേ കാര്യമുള്ളൂ. എല്ലാ ലൈവുകളിലും ഞാൻ മുടങ്ങാതെ പറയുന്നതാണ്, ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്ര പഠിച്ചു എന്നുള്ളതിൽ കാര്യമില്ല. അതുകൊണ്ടാണ് 6 മണിക്കൂറിന്റെ 7 മണിക്കൂറിന്റെ ലൈവ് ഞാൻ നിങ്ങളോട് കാണണ്ട എന്ന് പറയുന്നത്. കാരണം നമുക്ക് അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാൻ പറ്റൂല. രണ്ടാമതായിട്ട് നമ്മൾ വില്ലനായിട്ട് വരുന്ന ഒരു സാധനമാണ് ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇത്രയും കണ്ടന്റ് പഠിക്കാനുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ വില്ലൻ. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാധനമാണ് ഈ ടൈം മാനേജ്മെന്റ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിൽ കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ ചിലപ്പോൾ സമയത്തിന് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 മാർക്കിൻ്റെയോ 4 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വിട്ടുപോകും. അപ്പോൾ നിങ്ങളുടെ മാർക്ക് പോവും, നിങ്ങളുടെ A+ പോവും. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയം തൊട്ട് എക്സാം ഹോളിൽ അവസാനത്തെ ബെല്ലടിക്കുന്നത് വരെ സമയത്തിനെ എങ്ങനെ കൃത്യമായിട്ടും എഫക്റ്റീവായിട്ടും യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള, ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ കാണേണ്ട, ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ് ഈ ടൈം മാനേജ്മെന്റ് വീഡിയോ എന്ന് പറയുന്നത്. മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെയും കാണുക. ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, നിങ്ങൾ ഒരുപാട് തവണ കേട്ട കാര്യം തന്നെയാണ്, റിപ്പീറ്റേറ്റീവ് ആണ്, എന്നാലും പറയാണ്, റീഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. നിങ്ങൾ ഐശ്വര്യമായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വാങ്ങിക്കുക, പ്രാർത്ഥനയോടെ വാങ്ങിക്കുക. എന്നിട്ട് ചെയ്യേണ്ടതില്ലേ, കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യനും വായിച്ചു നോക്കുക എന്നുള്ളതാണ്. ഓരോ ക്വസ്റ്റ്യനിലും നമ്മളോട് എന്താണ് ചോദിക്കുന്നത്, എന്ത് ഡിസ്കോഴ്സ് ആണ്, ഏത് ചാപ്റ്ററിൽ നിന്നാണ്, എത്ര മാർക്കിനാണ് എന്നുള്ളത് കൃത്യമായിട്ട് വായിക്കുക. ഇതൊരു തിടുക്കത്തിൽ വായിക്കരുത് കേട്ടോ. നിങ്ങൾ തിടുക്കത്തിൽ ഡിസ്കോഴ്സ് മാറിപ്പോയി, ചാപ്റ്റർ മനസ്സിലായി പക്ഷേ ഡിസ്കോഴ്സ് മാറിപ്പോയെന്നുണ്ടെങ്കിൽ കാര്യമൊന്നുമില്ല. അത് നിങ്ങൾക്കൊരു 10 മാർക്കിന്റെ നഷ്ടം വരെ വരുത്തിയേക്കാം, 10 മാർക്കോ 15 മാർക്കിൻ്റെയോ നഷ്ടം വരുത്തിയേക്കാം. ആ ഒരു 5-6 മിനിറ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് നോക്കുന്നതിൽ ഒരു നഷ്ടവും നിങ്ങൾക്ക് വരാനില്ല. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രാർത്ഥനയോട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങോട്ട് വാങ്ങുക, കൃത്യമായിട്ട് സ്റ്റാർട്ട് ടു എൻഡ് കൃത്യമായിട്ട് അത് വായിച്ച് മനസ്സിലാക്കുക എന്താണ് ചോദിച്ചെന്നുള്ളത്. ദാറ്റ് ഡസന്റ് മീൻ എല്ലാ ഉത്തരങ്ങളും, എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയണമെന്നൊന്നുമില്ല. പക്ഷേ ഇത് വായിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് അതിൽ നിന്ന് എടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, അത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്, എത്ര മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്, എന്ത് ഡിസ്കോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ടില്ലേ, ഇത്രയും ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഏത് ഓർഡറിലാണ് നമ്മൾ എഴുതേണ്ടതെന്നുള്ളത്. ഓർഡറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു 2-3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നില്ലേ, അറ്റംപ്റ്റ് ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹാസ് ഹയസ്റ്റ് മാർക്സ് ഫസ്റ്റ്. നല്ല മാർക്ക് കൂടിയ ക്വസ്റ്റ്യൻസ് വേണം ആദ്യം എഴുതാൻ വേണ്ടിയിട്ട്. സോ അത് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവല്ലോ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ തുടക്കത്തിൽ 1 മാർക്കിന്റെ ഒക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവല്ലോ, അതൊക്കെ അങ്ങോട്ട് ആദ്യം എഴുതി തീർക്കുക. കാരണം അത് അവസാനത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാനിക് സിറ്റുവേഷനിൽ നമ്മളത് തെറ്റിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് അത് ആദ്യം എഴുതി തീർക്കുക. പിന്നെ നമ്മൾ എഴുതാൻ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് പറയുന്നത്, 1 മാർക്ക് കൂടിയതും 2 നമുക്ക് കോൺഫിഡൻസ് ഉള്ളതുമാണ്. കോൺഫിഡൻസിനെ തന്നെ നമുക്ക് 3 കാറ്റഗറൈസ് ചെയ്യാം. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, നമുക്ക് നല്ല പോയിന്റുകളുള്ള ഒരു 8 മാർക്കിന്റെ ആണെങ്കിൽ ഒരു 8 പോയിന്റ് നമ്മുടെ കയ്യിലുള്ള കോൺഫിഡൻസ് ഉള്ള 8 മാർക്ക് എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് മാർക്ക് കൂടെയാണ്. അതാണ് നമ്മൾ ഒന്നാമതായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. മാർക്ക് കൂടിയ, നമുക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള ഉത്തരങ്ങൾ ആദ്യം എഴുതുക. അതിന്റെ നമ്പർ ഓർഡർ ഒന്നും നിങ്ങൾ നോക്കണ്ട, അതങ്ങോട്ട് എഴുതിക്കോ ആദ്യം. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്ന ആളില്ലേ, അയാൾ ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വായിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അയാൾ ആദ്യത്തെ ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ അയാളെ വീഴ്ത്തുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു ടാക്ടിക് എന്ന് പറയുന്നത്. അതായിരിക്കണം നമ്മുടെ ഒരു ടാക്ടിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് കോൺഫിഡൻസ് ഉള്ളതും മാർക്ക് കൂടിയതും എഴുതുക. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വലിയ ഷുവർ അല്ല, നമുക്കൊരു 100% ഷുവറിറ്റി ഇല്ല, പക്ഷെ കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കണ്ടൊരു ഓർമ്മയുണ്ട്, അത്ര ഷുവർ അല്ലാത്ത കൺഫ്യൂസ്ഡ് ആയ സാധനങ്ങൾ രണ്ടാമതായിട്ട് എഴുതുക. മൂന്നാമതായിട്ട് അറ്റംപ്റ്റ് ചെയ്യേണ്ടതാണ്, നമ്മൾ അത്ര ഷുവർ അല്ല, അല്ലെങ്കിൽ തീരെ ഷുവർ അല്ല, പക്ഷെ എവിടേക്കോ നമുക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിൽ ഉള്ള കാര്യങ്ങളില്ലേ, നമ്മുടെ കയ്യിൽ അത്രയൊന്നും ഉറപ്പുള്ള പോയിന്റ്സോ കോൺഫിഡൻസ് ഉള്ള പോയിന്റ്സ് ഒന്നുമില്ല, ഇതിന് നമ്മൾ മൂന്നാമതായിട്ട് മാറ്റി വെക്കുക. ഈ ഒരു ഓർഡർ നമ്മുടെ മനസ്സിൽ വരണം. അല്ലാതെ ഇത് എഴുതണോ അത് എഴുതണോ എന്നുള്ളത് ആൻസർ
ആൻസർ എഴുതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് ഈ ആദ്യത്തെ 5 മിനിറ്റിലാണ് നമ്മൾ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ 10 മിനിറ്റിൽ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല 5 ആണോ 10 ആണോ എന്നുള്ളത്. എന്തായാലും ഈ ഒരു കൂൾ ഓഫ് ടൈമിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത്, ഇത്രയും കാര്യങ്ങൾ ഷുവർ ആക്കി വെക്കേണ്ടത്. ഇനി അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് ടു റൈറ്റ്, എത്രയാണ് നമ്മൾ എഴുതേണ്ടത് എന്നുള്ളത് അറിഞ്ഞില്ലേ എന്നുണ്ടെങ്കിലല്ലേ നിങ്ങൾ എന്തായാലും ഒരു 10 മാർക്കോ 15 മാർക്കോ 20 മാർക്കോ നിങ്ങൾ കളയും. ഉറപ്പാ. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് മുന്നേ പഠിച്ചിറങ്ങിയ എത്രയോ ബാച്ചുകൾ ഇതേ സെയിം പ്രശ്നം തന്നെ ഫേസ് ചെയ്തിട്ടുള്ളതാണ്, ഞാൻ അടക്കം ഫേസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 8 മാർക്കിനാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു 1.5 പേജ് ടു 2 പേജ് വരെ, 10 മാർക്കിനാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരു 2 പേജ് വരെ എഴുതി വെക്കണം. അതല്ല നിങ്ങളോട് ഒരു 6 മാർക്കിനാണ് ചോദിക്കുന്നത്, കൃത്യമായിട്ട് വൃത്തിക്കില്ല വലിയ അക്ഷരത്തിലാണ് എഴുതി വെക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യമല്ല, ഒരു സ്റ്റാൻഡേർഡ് റൈറ്റിംഗിലാണെങ്കിൽ ഒരു 6 മാർക്കിന് നിങ്ങൾ ഒരു പേജെങ്കിലും എഴുതി വെക്കണം. ഇനി ഇത് ഇമെയിൽ അതുപോലെ തന്നെ ബ്ലോഗ് റൈറ്റിങ്ങിനൊക്കെ വ്യത്യാസം വരുന്നുണ്ട്, അതിൽ എത്ര എഴുതി എന്നുള്ളതിൽ കാര്യമില്ല, അതിന്റെ കോണ്ടന്റിലാണ് കാര്യം. പക്ഷേ ഇൻ എ ജനറൽ കേസ് ഡിസ്ക്രിപ്റ്റീവ് ആൻസറുകൾക്ക് 8 മാർക്കിനാണെങ്കിൽ 1.5 ടു 2 പേജ്, 1.5 പേജാണ് നിങ്ങളുടെ കണ്ടന്റ് നിങ്ങൾക്ക് ഷുവർ ആണെന്നുണ്ടെങ്കിൽ 1.5 പേജ് മതി. 6 മാർക്കിനാണെങ്കിൽ 1 പേജ് കൃത്യമായിട്ടും വേണം. 5 മാർക്കിനാണെങ്കിൽ ഒരു 3/4 പേജെങ്കിലും വേണം കേട്ടോ. ഈ പേജ് എത്ര എഴുതി എന്നതിൽ ഒരുപാട് കാര്യമൊന്നും ഇല്ലെങ്കിലും ഇതിൽ അത്രയും നമ്മുടെ പോയിന്റുകൾ സോളിഡ് ആയിരിക്കണം. അതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. റീകോൾ ദ നമ്പർ ഓഫ് പോയിന്റ്സ്. അപ്പോൾ 6 മാർക്കിനാണെന്നുണ്ടെങ്കിൽ അതിലൊരു 5 ടു 6 പോയിന്റ്സ് എന്തായാലും വേണം. ആ 5 ടു 6 പോയിന്റ്സിലെ വെറുതെ ഇങ്ങനെ പറഞ്ഞ തന്നെ വീണ്ടും ഇങ്ങനെ താളം അടിച്ച് പറയണ്ട, പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതുന്നതിൻ്റെ തൊട്ട് മുന്നേ നമുക്കൊരു ഐഡിയ വേണം, ഇന്ന പോയിന്റുകളാണ് നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത്, ഇന്ന ചാപ്റ്ററിൽ നിന്ന് ഇന്ന ഡിസ്കോസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമ്മളത് മനസ്സിലാക്കി, എന്തൊക്കെയാണ് എന്തൊക്കെ ഡിസ്കോസുകളാണ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി വേണ്ട കാര്യം എന്ന് പറയുന്നത് അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ആ പോയിന്റുകൾ പറഞ്ഞു തന്നെ വീണ്ടും പറഞ്ഞ് മെഴുകാതിരിക്കുക. എന്ത് ചെയ്യുക, നമ്മൾ ആ മനസ്സിൽ ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, 5 ടു 6 പോയിന്റുകൾ വേണം. ഞാൻ എഴുതാൻ പോകുന്ന പോയിന്റുകൾ ഇതൊക്കെയാണെന്ന് ഒരു 30 സെക്കൻഡിൽ ഒന്ന് ഓടിച്ചു പോവുക, റഫായിട്ട് മതി. അല്ലാതെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓക്കെ ഇത് അത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ ബെല്ലടിക്കും. ഇങ്ങനെ സമയം എടുത്ത് ചെയ്യണമെന്നല്ല, പെട്ടെന്ന് റഫ്ലി അത് ചിന്തിക്കണം. ഇത്രയും കാര്യങ്ങളില്ലേ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലല്ലേ നിങ്ങൾ പാനിക് ആവാതിരിക്കണം. അനാവശ്യമായിട്ട് വെറുതെ ടെൻഷൻ ആവുക എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. ഞാൻ എപ്പോഴും ലൈവുകളിൽ പറയാനുള്ളതാണ്, നിങ്ങളൊരു പട്ടി കടിക്കാൻ വന്നു കഴിഞ്ഞാലില്ലേ, നിങ്ങൾ തലേ ദിവസം ലെറ്റ്സ് യൂട്യൂബിൽ നിങ്ങളൊരു വീഡിയോ കണ്ടു, പട്ടി കടിക്കാൻ വന്നാൽ ചെയ്യേണ്ട 5 കാര്യങ്ങൾ എന്നുള്ളത്, 5 സിസ്റ്റമാറ്റിക് ആയ കാര്യങ്ങൾ, വലത്തോട്ടും ഇടത്തോട്ടും ഓടണം, അല്ലെങ്കിൽ പിന്നെ ഇന്ന കാര്യങ്ങൾ ഇന്ന ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യണം. പട്ടി ഓടിക്കാൻ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇത് ഓർക്കോ? ഇല്ല. ഇത് നമ്മുടെ സൈക്കോളജിക്കലായ ഒരു കാര്യമാണ്. നമ്മൾ ഭയങ്കര പേടിയുള്ള ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്മറി റിട്ടൻഷൻ വർക്ക് ചെയ്യില്ല, നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ പരമാവധിയില്ലേ പാനിക് ആവാതിരിക്കാൻ നിങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തുക. കാരണം അതും കൂടെ നമ്മളെ ടൈമിനെ സേവ് ചെയ്യുന്നതായിരിക്കും. സോ ടൈം മാനേജ്മെന്റിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയില്ല എന്നുണ്ടെങ്കിൽ അത് നാളത്തെ വില്ലനായി മാറും. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എക്സാം ഹോളിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമാണ് ഈ ലാസ്റ്റ് ടൈമിൽ നിങ്ങളെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. സോ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ, താങ്ക് യു.